നമസ്കാരം. ഇപ്പോൾ വടക്കാഞ്ചേരി താളം തിയേറ്ററിലാണ് നിൽക്കുന്നത്. താളം തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കളിക്കുന്ന സിനിമ എന്ന് പറയുന്നത് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടുത്തെ ഷോ ടൈം 12 മണി, 3 മണി, 6 മണി, 9 മണിക്ക് വടക്കാഞ്ചേരി താളം തിയേറ്റർ. ഗംഭീരമായിട്ട് നല്ലൊരു അഭിപ്രായമുള്ള ഒരു സിനിമാ തിയേറ്ററാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സിനിമാ തിയേറ്ററാണ്. തുടരും എന്ന് പറഞ്ഞ സിനിമയൊക്കെ നല്ല ഗംഭീരമായിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററാണ്. ഇപ്പോൾ ഈ അടുത്ത് തുടരും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചോട്ട മുംബൈ വന്നിട്ടുണ്ട് ലാസ്റ്റ് സിനിമ. നമുക്കവിടെ പോസ്റ്ററുകളുണ്ട് കാണാം. അപ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താളം തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിലാണ്, അതുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് കേട്ടോ. ആസിഫ് അലിയുടെ ഒരു സിനിമ കളിക്കുന്നുണ്ട്, ആഭ്യന്തര കുറ്റവാളി. നല്ലൊരു അഭിപ്രായമുള്ള സിനിമയാണ്. 2ാം വാരമാണ്, 15ാം ദിവസത്തിലേക്ക്. പിന്നെ ചോട്ട മുംബൈ 15 ഡേയ്സിൻ്റെ ഓടിച്ചിട്ടുണ്ട്. 2 ഷോ കളിക്കുന്നുണ്ട്, 11:45-ന്, 6:15-ന് കേട്ടോ. ടി മാക്സ് താളം തിയേറ്ററാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, താളം അയൺ എന്ന് പറഞ്ഞിട്ടുള്ള. ഇതിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സിനിമാ തിയേറ്ററും കൂടി ഉണ്ട് കേട്ടോ. ബാക്കിലാണ് സ്ക്രീൻ 1, 2. അപ്പോൾ നമസ്കാരം. വടക്കാഞ്ചേരി താളം തിയേറ്ററുകാർക്ക് തന്നെ ഒരു തിയേറ്ററും കൂടി ഉണ്ട്, ന്യൂരാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ. അത് അവിടുന്ന് ഒരു 150 മീറ്റർ ഉള്ളൂ കേട്ടോ. വടക്കാഞ്ചേരിയിൽ തന്നെയാണ്, ഒട്ടുപാറ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു സിനിമാ തിയേറ്റർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ താളം എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ഈ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഒരുപാട് ദിവസങ്ങൾ കളിച്ചിട്ടുള്ള ഒരു റെക്കോർഡൊക്കെ ഈ ഒരു താളം സിനിമാ തിയേറ്ററിനുണ്ട്. ഈ ഒരു തിയേറ്ററിനെ സംബന്ധിച്ച് ഈ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് KPC ലളിത, അതായത് ഭരതൻ സാറിൻ്റെ വീട്. പിന്നെ ഒടുവിൽ ഉണ്ണീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഈ വടക്കാഞ്ചേരി അങ്കേക്കാട് ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്വന്തം നാട്ടിലുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് വടക്കാഞ്ചേരി താളം തിയേറ്റർ. പണ്ട് ഒരു സ്ക്രീനായിരുന്നു, ഇപ്പോൾ 2 സ്ക്രീൻ ആക്കിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി താളം 1 സ്ക്രീൻ 1, 2-ന് ഇയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇമാക്സ് ഇയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്ററും കൂടിയാണ് 2 എന്ന് പറഞ്ഞ തിയേറ്റർ. അപ്പോൾ ഇതിലിപ്പോൾ ഇയണ്ണും താളത്തിനേക്കാളും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടവും കൂടുതൽ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എന്ന് പറയുന്നത് പ്രിൻസ് തന്നെയാണ്. അതായത് പ്രിൻസ് തിയേറ്ററാണ് ഇപ്പോൾ ന്യൂരാഗം എന്ന് പറഞ്ഞ തിയേറ്റർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ വന്നിട്ട് പണ്ട് സിനിമകൾ കണ്ട ഒരു അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. ഇപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ട് അത്രയും ഹൗസ്ഫുൾ ഷോകൾ ഓടി കളിച്ചിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററാണ് ഇപ്പോൾ ഇത്. അപ്പോൾ താളത്തിന് ഇപ്പോൾ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ വ്യസനസമേതം ബന്ധുമിത്രാദികൾ. പിന്നെ മോഹൻലാലിൻ്റെ ചോട്ട മുംബൈ കളിക്കുന്നുണ്ട്. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇടയ്ക്ക് ഇവിടുത്തെ മാനേജറൊക്കെ ആയിട്ടുള്ള ബൈറ്റുകളൊക്കെ നമ്മൾ എടുക്കാറുള്ളതാണ്. നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. താളം തിയേറ്ററൊക്കെ നമ്മുടെ വീഡിയോകളിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. വടക്കാഞ്ചേരി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് മാത്രം. ഗംഭീര മഴയാണ്. എവിടെയാണ് നിങ്ങൾ ഏത് സിനിമയാണ് ഇപ്പോൾ കണ്ടേക്കണം ഈ അടുത്ത് എന്നുള്ളത് ഒരു കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഒരു വെക്കേഷൻ കഴിഞ്ഞൊരു ടൈമാണ്, എല്ലാവർക്കും പ്രത്യേകിച്ച് വർക്കുകളൊക്കെ കുറവുള്ള ഒരു ടൈമാണ്. പിന്നെ ബിസിനസ് കുറവുള്ള ടൈമാണ്. പിന്നെ സ്കൂളൊക്കെ തുറന്നിട്ടുള്ളൊരു ടൈമാണ്. മൊത്തത്തിൽ ഫിനാൻഷ്യലി കുറേ പ്രോബ്ലം ഉള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ തിയേറ്ററുകളിലൊക്കെ അതിൻ്റേതായ ഒരു ശോകം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.